ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ കരിമന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു പനംകുളം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആറാട്ടുപുഴ അമ്പലത്തിനടുത്തായിട്ട് വരും. അപ്പോൾ അതിനടുത്തായിട്ട് കണ്ണിൻ്റെ ചികിത്സയൊക്കെ ചെയ്യുന്ന ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ MG മോഹൻദാസ്. ഗവൺമെൻറ് സർവീസിലായിരുന്നു. ഐ സ്പെഷ്യലിസ്റ്റാണ്. റിട്ടയേർഡ് സീനിയർ മെഡിക്കൽ ഓഫീസറാണ്. നമ്പർ കാര്യങ്ങളൊക്കെ ഈ ബോർഡിനകത്തുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ വീടാണിത് ഈ കാണുന്നത്. ഇവിടെ ഇപ്പോൾ 2 ഡോക്ടർമാർ കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പെൺകുട്ടികളുടെ 2 മക്കളുടെയും പേരക്കുട്ടികൾ, ഡോക്ടർ അദ്വൈത സുനിൽ, ഡോക്ടർ ആർച്ചാഹരി. അപ്പോൾ ഇവർ 2 പേരും ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഇത് പാരമ്പര്യ വൈദ്യന്മാരുടെ ഒരു വീടും കൂടിയാണ്. പഴയൊരു ഗോവിന്ദൻ വൈദ്യർ എന്ന് പറയുന്ന ഒരു വളരെ പേരെടുത്ത ഒരു വൈദ്യരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ ഡോക്ടർ MG മോഹൻദാസ്. റിട്ടയർ ആയിട്ടുള്ള ആളാണ്. ഇവിടെ കണ്ണിൻ്റെ ചികിത്സകൾ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നൊരു സ്ഥലമാണ്. പഴയൊരു തറവാടാണ്. അപ്പോൾ ഇവിടുത്തെ ഡോക്ടറുടെ അടുത്തും ഒക്കെ നമുക്ക് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഇവിടെ ഇല്ല, പുറത്തേക്ക് പോയേക്കാണ്. വന്നു കഴിയുമ്പോൾ കുറച്ച് രോഗങ്ങളെ പറ്റിയൊക്കെ ചികിത്സകളെ പറ്റിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. അപ്പോൾ ഇദ്ദേഹമാണ് ഇവിടുത്തെ ഈ മണക്കുന്നത്ത് ആയുർവേദ ചികിത്സാ നിലയത്തിലെ പ്രധാനപ്പെട്ട ഡോക്ടറാണ്. ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ആയ ആളാണ് ഡോക്ടർ MG മോഹൻദാസ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം, ഇപ്പോൾ നിലവിൽ നമ്മുടെ ആളുകളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ടൊരു ഇഷ്യൂ എന്താണ്, അസുഖങ്ങൾ വരാനുള്ള കാരണങ്ങൾ, നിലവിൽ ആളുകൾ ഫേസ് ചെയ്യുന്നതായ എന്തോ ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി ഒന്ന് ചോദിച്ചു നോക്കാം. ഒന്ന് പറയാമോ? പ്രധാനമായിട്ട് കാണുന്നത് അലർജി കൊണ്ടുള്ള രോഗങ്ങളാണ് കണ്ണിനധികം വരുന്നത്. കണ്ണിൽ നിന്ന് മാത്രമല്ലാതെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നുണ്ട്. അത് കണ്ണിൽ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കണ്ണ് ഡ്രൈ ആവില്ല, കണ്ണ് ചൊറിയുക, കണ്ണ് ചുമക്കുക, കണ്ണ് കുത്തിത്തറയ്ക്കുക, കാഴ്ചയ്ക്ക് മങ്ങൽ വരിക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞാൽ തീരാത്തത്ര പ്രശ്നങ്ങളുണ്ട്. അത് മുഴുവൻ ഈ അലർജിയായിട്ട് സംബന്ധമായിട്ടുണ്ടാകുന്നതാണ്. അലർജി ൻ്റെ പ്രശ്നമായതുകൊണ്ട് അത് അലർജി പൊതുവേ ജനറലായിട്ട് പറയുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഹ്യൂമിഡിറ്റി ആയിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് വൈകിട്ട് 5 മണിക്ക് ശേഷം നമ്മുടെ പകലത്തെ ഹ്യൂമിഡിറ്റി ചേഞ്ച് ആകുമ്പോഴാണ് ഇത് തുടങ്ങുന്നതായി കണ്ടിട്ടുള്ളത്. രാത്രിയാണ് ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്നത്. അതേപോലെ തന്നെ രാത്രിയിലെ ഹ്യൂമിഡിറ്റിയിൽ നിന്ന് ഡേയിലോട്ട് മാറുമ്പോൾ ഡേയിലെ ഹ്യൂമിഡിറ്റി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നവരെ 8-9 മണി വരെ കാണാറുണ്ട്. 8-9 മണിക്ക് ശേഷം വൈകിട്ട് 5 മണിക്കകത്ത് കാണുന്നത് മിക്കവാറും ഫുഡിൻ്റെ അലർജിയാണ് കാണുന്നത്. ഫുഡെന്ന് പറയുമ്പോൾ നോണിനേക്കാൾ കൂടുതൽ ഇന്ന് വെജിറ്റബിൾസിനാണ് കൂടുതൽ അലർജി കാണുന്നത്. ഈ അലർജി ബ്രെയിനിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വിങ്ങണ, തലവേദന, തലക്കനം, കഴുത്തുകഴപ്പ്, ദേഷ്യം മുതലായ രോഗങ്ങൾ, മുടി കൊഴിച്ചിൽ, തലചൊറിച്ചിൽ അങ്ങനെ കണ്ടുവരുന്നുണ്ട്. അത് ചെവിയിലോട്ടാണ് വരുന്നത്. ചെവി ചൊറിയുക, ചെവി അടയുക, കേൾവി കുറേ കഴിയുമ്പോൾ കേൾവി, അതൊരു ചെവിക്ക് മാത്രം വരാം, 2 ചെവിക്കും വരാം. അതുപോലെ തന്നെ കഴുത്ത് കഴപ്പ്, തലയിൽ നീരിറക്കമാതിരി വന്നിട്ട് കഴുത്തിലോട്ട് കഴപ്പ്, കണ്ണിലെ റെറ്റിനയിലേക്കും ഒപ്റ്റിക് നെർവിലേക്കൊക്കെ നീർക്കെട്ട് വന്നിട്ട് കാഴ്ചയെ ബാധിക്കുന്നുണ്ട്. അത് തന്നെ നമ്മുടെ മൂക്കിലോട്ടൊരു മൂക്കടയുക, തുമ്മ, അതേപോലെ തന്നെ ദശ വന്ന് മൂക്കടയുക, അതും ഇതൊക്കെ. അതേപോലെ തന്നെ തൊണ്ടയിലാണ് വരുന്നത്, തൊണ്ട ചൊറിയുക, അതല്ലെങ്കിൽ തൊണ്ട ശബ്ദം ഉണ്ടാക്കേണ്ട വരിക. അത് തന്നെ ശ്വാസകോശത്തിലേക്കാണ് വരുന്നതെങ്കിൽ ആസ്മയാവാം, കഫക്കെട്ടാവാം, ഡ്രൈ കഫ് ആവാം. അതേപോലെ തന്നെ അത് നമ്മുടെ സ്കിന്നിൽ വേണമെങ്കിൽ മൊത്തം ചൊറിയുക, എവിടെയെങ്കിലും ചൊറി വരിക. പിന്നെ ഇങ്ങനെ ചില ആൾക്കാർക്ക് ഇങ്ങനെ വല്ലാത്ത അലർജിയുള്ള പ്രത്യേക ആൾക്കാർക്ക് ചിലർക്ക് അപൂർവമായിട്ട് ഹീമോഗ്ലോബിൻ്റെ കുറവും കാണാറുണ്ട്. ഇതെല്ലാം നമ്മുടെ ഹ്യൂമിഡിറ്റി ആയിട്ടാണ് കണക്ഷൻ കാണുന്നത്. ഫുഡിൻ്റെ അലർജി ഡേ ടൈമിലാണ് കാണുന്നത്. ഈ പറഞ്ഞ എല്ലാ രോഗങ്ങൾക്കും കൂടി ശരിക്കും അലർജീനെ മാത്രം ചികിത്സിച്ചാൽ ഇതെല്ലാം ശരിയാകും. ഇത് ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് ചികിത്സിക്കാൻ പോയാൽ നമ്മൾ തനി രോഗിയായി മാറും. ചെവി ചൊറിച്ചലിനായാലും വിങ്ങണ തലവേദനയ്ക്കായാലും ശ്വാസം മുട്ടിനായാലും കഫക്കെട്ടിനായാലും തുമ്മൽ അല്ലെങ്കിൽ സൈനസിൻ്റെ ദശ പോലെ വരുന്നതോ എല്ലാം
ഒരാളാണ് ചെയ്യുന്നത്, ഒരു അലർജിയാണ് ചെയ്യുന്നത്. അത് ഹ്യൂമിഡിറ്റി ആയിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് അത് വൈകിട്ട് 5 മണിക്ക് ശേഷം കാലത്ത് 9 മണിക്കകത്താണ് കൂടുതലായി കണ്ടുവരുന്നത്. 9 മണിക്ക് ശേഷം വൈകിട്ട് 5 മണിക്ക് വരുന്നത് മിക്കവാറും ഫുഡിൻ്റെ അലർജി കൊണ്ടാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി AC-യുടെ അകത്തിരിക്കുക, അതല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് പറ്റാത്ത ഹ്യൂമിഡിറ്റിയിൽ പോയി യാത്ര ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ വരുമ്പോഴും ഇത് കാണാറുണ്ട്. ഇതിന് ആയുർവേദത്തിൽ നല്ല ചികിത്സയുണ്ട്, പക്ഷെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. ചിലപ്പോൾ ചില അലർജികൾ കണ്ടെത്തണമെങ്കിൽ ഫുഡിൻ്റെ അലർജി ആണെങ്കിൽ വളരെ വളരെ ബുദ്ധിമുട്ടിയാൽ അത് കണ്ടെത്തിപ്പിടിക്കാൻ സാധിക്കും. ഏത് ഭക്ഷണമാണ് പ്രശ്നം എന്നുള്ളതല്ലേ? ഏത് ഭക്ഷണത്തിൻ്റെ ആണെന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ. ഞാൻ അതിനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു പേഷ്യൻ്റ് കണ്ണ് ഡ്രൈ ആയി ചുമന്ന് വെള്ളം വരലും അസ്വസ്ഥതയായിട്ട് എല്ലാ അലോപ്പതി ചികിത്സകളും ആയുർവേദ ചികിത്സകളും കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. എൻ്റെ ട്രീറ്റ്മെൻറ്റ് 1 മാസം എടുത്തു കഴിഞ്ഞപ്പോഴേക്കും വളരെ കുറവ് വന്നു. ഒരു 70-75% കുറഞ്ഞു. പിന്നെ എന്ത് മരുന്ന് കൊടുത്തിട്ടും അത് തീരെ കുറഞ്ഞില്ല. അവസാനം ഞാൻ അവരോട് ഫുഡ് ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഫുഡ് നോക്കി വന്നപ്പോൾ ഓരോ ഐറ്റം മാറ്റി നിർത്തി കഴിച്ച് നോക്കിയപ്പോൾ അത് കടലയുടെ അലർജി ആയിരുന്നു. അതേപോലെ തന്നെ ഒരു കുട്ടി ജനിച്ച മുതൽ മേത്ത് മുഴുവൻ ചൊറിഞ്ഞ് തടിച്ച് ഒരു കുട്ടീനെ എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ അടുത്ത് കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ അവർ എംബ്രാന്തിരിമാരാണ്. അപ്പോൾ ഇറച്ചി മീനൊന്നും കഴിക്കില്ല, വെജ് മാത്രമേ കഴിക്കുള്ളൂ. പക്ഷേ അവർ ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി 3 മരുന്നുകളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറയും, പക്ഷേ അത് നിർത്തിയാൽ കൂടും. എൻ്റെ അടുത്ത് വരുമ്പോൾ 3 വയസ്സ് പ്രായമായ കുട്ടിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മാറ്റാം, പക്ഷേ നിങ്ങൾ 100% ശ്രദ്ധിച്ചാലേ ബുദ്ധിമുട്ടിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവരോട് പറഞ്ഞു, ആ കുട്ടി കഴിക്കുന്ന ഒരു കോമ്പിനേഷൻ ഫുഡാണെങ്കിൽ അതിലൊരു ഐറ്റം ഒരാഴ്ച നിർത്തുക. സിംഗിൾ ആയിട്ടുള്ളതാണെങ്കിൽ അത് ഒരു ഐറ്റം നിർത്തുക. അതുപോലെ തന്നെ ആ കുട്ടി കൈകാര്യം ചെയ്യുന്ന സാധനങ്ങൾ ഏതെങ്കിലും ഒരാഴ്ച നിർത്തുക. അപ്പോഴും ചൊറിച്ചിൽ വരുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ആ ഭക്ഷണങ്ങൾ കൊടുക്കുക, വേറൊരു ഐറ്റം എടുക്കുക. അങ്ങനെ അവസാനം കണ്ടെത്തിയത് വെളിച്ചെണ്ണയുടെ അലർജി ആയിട്ടാണ് കണ്ടെത്തി. ആ വെളിച്ചെണ്ണയുടെ ഉപയോഗം നിർത്തിയോടുകൂടി ആ കുട്ടിയുടെ ചൊറിച്ചിലും മാറി, അലർജിയും കംപ്ലീറ്റ് ആയിട്ട് മാറി. അപ്പോൾ അതൊക്കെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ രോഗിയും നന്നായിട്ട് ബുദ്ധിമുട്ടണം, ചികിത്സിക്കുന്ന ഡോക്ടറും നല്ലപോലെ ബുദ്ധിമുട്ടിയാൽ മാത്രമേ ഇത് കണ്ടെത്തി ചികിത്സിക്കാൻ പറ്റുള്ളൂ. ഒരു സംശയം ചോദിക്കട്ടെ, ഈ നമ്മുടെ കേരളത്തിലാണോ ഈ കൂടുതൽ ഈ അസുഖങ്ങൾ കൂടുതൽ അലർജിയുടെ? കേരളത്തിലെ ആൾക്കാരാണ് അധികം വരുന്നത്. മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുന്നവരും, പിന്നെ ഈ പറഞ്ഞ മാതിരി ചില ആൾക്കാർക്ക് ഗൾഫ് പോലുള്ള രാജ്യങ്ങളിൽ പോയാൽ അധികം അലർജി ഉണ്ടാവില്ല, പക്ഷേ അവർക്ക് ഇവിടെ വന്നാൽ ഈ അലർജി സിംറ്റം കാണും. ചില ആൾക്കാർക്ക് നേരെ തിരിച്ചാണ്, ഇവിടെ വന്ന സുഖമായിരിക്കും, അവിടെ ചെന്നാൽ ബുദ്ധി. അതായത് അവിടുത്തെ ഹ്യൂമിഡിറ്റിയും ഈ പേഷ്യൻറ്റിൻ്റെ ബോഡിയുടെ ഹ്യൂമിഡിറ്റിയും തമ്മിൽ യോജിച്ചതാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അത് കണ്ണിന് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ മാതിരി ലങ്സിലാവാം, ബ്രെയിനിലാവാം. അതുപോലെ തന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചികിത്സിച്ചാൽ മാത്രമേ അതിന് രോഗം മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ അലർജിയുടെ പ്രശ്നമാണ് നമുക്ക് പ്രധാനമായിട്ടും ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു മൊത്തത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഏത് ഭക്ഷണമാണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കലാണല്ലേ. അതാണല്ലോ പറഞ്ഞ രോഗിയും നമ്മളും സഹകരിച്ച് ബുദ്ധിമുട്ടിയാലേ അത് എന്താണെന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മോഡേൺ ഫുഡുകൾ, ഇപ്പോൾ ഉള്ള പുതിയ കുറേ ഭക്ഷണങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഈ വിദേശ രാജ്യത്ത് നിന്നൊക്കെ വന്നിട്ടുള്ളതായ കുറേ ഭക്ഷണങ്ങൾ. ഈ ഭക്ഷണങ്ങളൊക്കെ ഈ അസുഖങ്ങൾക്ക് കാരണമായിട്ട് അങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ ഉള്ള ഭക്ഷണങ്ങൾക്ക് അലർജിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പക്ഷെ അതിനേക്കാൾ കൂടുതൽ കാണുന്നത് ആസിഡിറ്റി പോലെയുള്ള, അല്ലെങ്കിൽ ഗ്യാസ്ട്രബിൾ പോലെയുള്ള, അല്ലെങ്കിൽ മറ്റു പല ശാരീരികമായ തൈറോയിഡ്, അതല്ലെങ്കിൽ ഫാറ്റി ലിവർ, ക്യാൻസർ അതുപോലുള്ള ഒരുപാട് പല രോഗങ്ങളും വരാൻ ഈ പുതിയ ഭക്ഷണ രീതി വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഇത്രയും വിവരങ്ങൾ പറഞ്ഞു തന്നതിന് വളരെ നന്ദി. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കാലാവസ്ഥ അതൊരു വലിയ പ്രശ്നമാണ്, ഹ്യൂമിഡിറ്റി. അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഹ്യൂമിഡിറ്റിയാണ് മെയിനായിട്ട് വരുന്ന അലർജിയുടെ കാര്യം. ഇപ്പോൾ ചില സീസണിൽ മാത്രം ആൾക്കാർക്ക് ശ്വാസം മുട്ട, അല്ലെങ്കിൽ ചുമ, അല്ലെങ്കിൽ കഫക്കെട്ട്, അല്ലെങ്കിൽ കണ്ണ് ചൊറിച്ചിലൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അവർ നമ്മുടെ മകരമാസത്തിലുള്ള മഞ്ഞ് സീസൺ വരുമ്പോൾ ആണ് അതധികം കാണുന്നത്. അത് തണുപ്പ് കൊണ്ടല്ല, ആ ഹ്യൂമിഡിറ്റിയിൽ വരുന്ന വ്യത്യാസമാണ് അവരെ ബാധിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഫുഡിനില്ല, പുതിയ ഫുഡുകൾക്ക് ഈ അലർജിയേക്കാൾ കൂടുതൽ ഒരുപാട് മറ്റു വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. പണ്ട് കാലത്ത് ഫാറ്റി ലിവർ, തൈറോയിഡ്, അതുപോലെ തന്നെ
അസിഡിറ്റി ഇങ്ങനെയുള്ള പല രോഗങ്ങൾ, ക്യാൻസറൊക്കെ വളരെ വളരെ റയറായിരുന്നു. ഇന്ന് സർവ്വസാധാരണമായി. അതെ, ഫാറ്റി ക്യാൻസർ ലിവർ രോഗികളുടെ ഇല്ലാത്ത എണ്ണമൊക്കെ 10-30 വയസ്സാകുമ്പോഴേക്കും ഫാറ്റി ലിവറായി. അതെ അതേപോലെ ശരിയാണ്. തന്നെ തൈറോയിഡായി. തൈറോയിഡ് ഇല്ലാത്ത ആളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ സംശയമായിട്ട് മാറിയിരിക്കുകയാണ്. പണ്ട് ഹൈപ്പർ തൈറോയിഡായിരുന്നു, ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും വിവരങ്ങൾ പറഞ്ഞു തന്നതിന് വളരെ നന്ദി. അപ്പോൾ ആളുകൾക്ക് അത് ഉപകാരപ്പെടട്ടെ. മണക്കുന്നത്ത് നേത്ര ചികിത്സാ കേന്ദ്രത്തിലെ ഡോക്ടർ MG മോഹൻദാസിൻ്റെ പേരക്കുട്ടിയാണ് ഡോക്ടർ അദ്വൈത സുനിൽ. അപ്പോൾ ഇവിടെ ഒരുപാട് പാരമ്പര്യ വിധിപ്രകാരമുള്ള ചികിത്സാ രീതികൾ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് മാറാത്ത പല അസുഖങ്ങൾക്കുള്ള പാരമ്പര്യ ചികിത്സാ വിധികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് അദ്വൈതനോട് ചോദിക്കാം. ഇവിടെ ഏതെല്ലാം അസുഖങ്ങൾക്കാണ് പ്രധാനമായിട്ടും കണ്ണിൻ്റെ ചികിത്സകൾ ചെയ്യുന്നത്? നമുക്കിവിടെ കൂടുതലും വരുന്നത് ഷോർട്ട് സൈറ്റ്, കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് സൈറ്റ്, അതേപോലെ ഡ്രൈനെസ്, പിന്നെ പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വരുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, കാട്രാക്റ്റ്, അങ്ങനെയുള്ള കോമൺ ആയിട്ട് കാണുന്ന ഡിസീസ് എല്ലാം വരാറുണ്ട്. പിന്നെ അതുപോലെ അത് മാത്രമല്ല റെയർ ആയിട്ടുള്ള CSR, പിന്നെ അതേപോലെ മാക്യുലോ എഡിമ, അങ്ങനെയുള്ള കേസസും കൂടുതൽ നമുക്ക് വരാറുണ്ട്. അതിനകത്ത് നമ്മളിവിടെ ഏതെല്ലാം രീതിയിലുള്ള ചികിത്സാ രീതികളാണ് ഇവിടെ നടത്തി വരുന്നത്? ഉദാഹരണത്തിന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് മരുന്നുകൾ കൊടുക്കുകയാണോ, അല്ലെങ്കിൽ ഇവിടെ നിർത്തി ചികിത്സ ചെയ്യുകയാണോ? അതിനെപ്പറ്റി ഒന്ന് പറയണോ? നമ്മളിപ്പോൾ നിലവിലത്തെ ഒരു ഇത് പ്രകാരം നമ്മളിപ്പോൾ മരുന്ന് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. ഉള്ളിലോട്ട് കഴിക്കാനും പിന്നെ അതേപോലെ അഞ്ജനങ്ങളും നമ്മൾ കൊടുത്തു വിടാറുണ്ട്. പിന്നെ ചില കേസുകളിൽ നമ്മൾ തർപ്പണത്തിനായിട്ട് നമ്മളിവിടെ അത് ഡെയിലി നമ്മൾ ഇവിടെ വന്ന് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പം നമുക്കിവിടെ നിൽക്കാനുള്ളൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡെയിലി ഒരു 14 ഡേയ്സാണ് നമ്മളിപ്പോൾ തർപ്പണം ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പേഷ്യൻസിന് ഇവിടെ വന്ന് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. പിന്നെ ചില കേസസിൽ, റെയർ ആയിട്ടുള്ള ചില കേസസിൽ തക്രധാര പോലെയുള്ള ഇതും നമ്മളിവിടെ ചെയ്യാറുണ്ട്. ഈ തർപ്പണം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്, ആ ഒരു ചികിത്സയെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? തർപ്പണം എന്ന് പറയുന്നത് അത് ആയുർവേദ വിധിപ്രകാരം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആയുർവേദത്തിൽ നേത്രക്രിയാകൽപ്പങ്ങളിൽ ഒന്നാണ് ഈ തർപ്പണം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉഴുന്നിൻ്റെ മാവ് വെച്ചിട്ട് നമ്മൾ കണ്ണിന് ചുറ്റും ഒരു തടം വെച്ച് അതിനുള്ളിൽ മെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഗീ നമ്മൾ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഇവിടെ നമ്മൾ തർപ്പണത്തിന് ചെയ്യുന്ന മെഡിസിൻ നമ്മളിവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അത് നമ്മൾ കണ്ണിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങൾക്കെല്ലാം സ്ട്രെങ്ത് തരുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണിത്. അപ്പോൾ ഈ തർപ്പണത്തിൻ്റെ പ്രസക്തി എന്ന് പറയുമ്പോൾ അത് ഏത് അസുഖങ്ങൾക്കാണ് ആ തർപ്പണം ചെയ്യുക? അത് കൂടുതലും മയോപ്പിയ പോലെയുള്ള കേസിന്, പിന്നെ അതേപോലെ കണ്ണിൻ്റെ എല്ലാ അസുഖങ്ങൾക്കും നമ്മളൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ തർപ്പണം കൊടുക്കാറുണ്ട്. അത് നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് ആദ്യം നമ്മൾ ഇൻറ്റേർണലി മെഡിസിൻസും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ തർപ്പണം സജസ്റ്റ് ചെയ്യുന്നത്. ഷോർട്ട് സൈറ്റ് പോലുള്ള അസുഖങ്ങൾക്ക് തർപ്പണം എഫക്റ്റീവ് ആണോ? ആണ്, തർപ്പണം എഫക്റ്റീവ് ആണ്. അത് ഈ ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 18 വയസ്സിന് മുൻപാണ് ഷോർട്ട് സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ കാരണം 18 വയസ്സിന് ശേഷമാണ് ഇപ്പോൾ കൂടുതലും ഈ ഷോർട്ട് സൈറ്റ് പോലുള്ളത് കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് സൈറ്റ് കുട്ടികളിലാണ് ഇപ്പോൾ കൂടുതലുള്ളത്. അപ്പോൾ അത് ഈ തർപ്പണം ചെയ്യുമ്പോൾ തന്നെ അതിൽ ഏകദേശം അത്യാവശ്യം വ്യത്യാസങ്ങൾ വരാറുണ്ട്. കൂടുതലും ഈ മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിക്കുന്നത് ഇതിനൊരു കാരണമാണോ? ആണ്. അതുകൊണ്ട് നേത്രരോഗികൾ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അല്ലേ ഒരു വസ്തുത? അങ്ങനെയാണ്. ഇത് കൂടാതെ ഇപ്പോൾ നമുക്ക് ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലുകളിലൊക്കെ പോയിട്ട് ഒരുപാട് സർജറികളും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഇതിനകത്ത് നമുക്കൊരു കുറച്ചുകൂടി എളുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു ബോഡി ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് മറ്റു ഏതെല്ലാം അസുഖങ്ങൾക്കാണ് ഇതിൽ എഫക്റ്റീവായിട്ട് നമുക്ക് ചികിത്സ കൊടുക്കാൻ പറ്റുന്നത്? ഇപ്പോൾ കണ്ണിനുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആദ്യം തന്നെ അലോപ്പതിയിലാണ് പോകുന്നത്. അലോപ്പതി പോകുന്ന വളരെ നിസ്സാരമായിട്ടുള്ളൊരു ഇഷ്യൂ ആയിരിക്കും അത്. പക്ഷെ അത് അലോപ്പതിയിൽ പോയി അവർക്ക് അതിൽ പറയുന്നത് അവർക്ക് ഒന്നില്ലെങ്കിൽ സ്റ്റിറോയിഡ് മെഡിസിൻസ്, അതേപോലെ സർജറി പോലെയുള്ള കാര്യങ്ങൾ അവർ ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് മാറ്റാൻ പറ്റുന്ന കാര്യമായിരിക്കും. പക്ഷെ അവരത് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിൽ എത്തുമ്പോഴാണ് മിക്കവരും നമ്മുടെ അടുത്ത് എത്തുന്നത്. അപ്പോൾ നമുക്കത് സ്റ്റാർട്ടിംഗ് ഉള്ള സ്റ്റേജിലായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചേഞ്ചസ് വരുത്താവുന്ന കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആങ്സൈറ്റി അതുപോലുള്ള പ്രശ്നങ്ങളും അല്ലേ, പ്രഷർ അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ
ഉള്ള ആൾക്കാർക്ക് ഇതേപോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണല്ലേ? ഈ പ്രഷർ അടിച്ച് കയറിയിട്ട് കണ്ണിന് ബുദ്ധിമുട്ട് വരുന്നൊരു സംഭവം ഞാൻ അത് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണത്? ഗ്ലൂക്കോമ എന്ന് പറയും. ആ അത് അതാണല്ലേ? കണ്ണിനുള്ളിലുള്ള നമ്മുടെ കണ്ണിനുള്ളിൽ ഒരു ദ്രാവകമുണ്ട്. അതിന്റെ പ്രഷർ കൂടുമ്പോൾ കണ്ണിന്റെ ഞരമ്പുകൾക്ക് വീക്ക്നെസ് വരും. അങ്ങനെ വരുന്ന ഒരു കണ്ടീഷനാണ് ഈ ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ ആളുകൾ വരുന്നുണ്ട്. ചികിത്സകൾ ഈ 14 ഡേയ്സ് അല്ലേ, 14 ദിവസമല്ലേ? 14 ദിവസത്തെ ചികിത്സ ഇവിടെ വന്നിട്ട് ആൾക്കാർ ചെയ്തു പോകുന്നുണ്ട്. അത് നമ്മൾ എല്ലാ കേസിലും നമ്മൾ പറയില്ല, നമ്മളത് ചെയ്യാൻ പറ്റുന്ന, അതായത് ശാസ്ത്രീയമായിട്ട് നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ആ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നല്ലേ? അപ്പോൾ ഏതായാലും അതുപോലുള്ള പ്രോബ്ലംസ് നേത്ര സംബന്ധമായിട്ടുള്ള ആളുകൾക്ക് ഒരു ഇൻഫർമേഷൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഒരു സ്പിരിച്വൽ ചാനലാണ്, പക്ഷേ അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അവിടെയൊക്കെ പോയിട്ട് പല പല മരുന്നുകളൊക്കെ ചെയ്ത് സ്റ്റീറോയിഡ്സ് പോലുള്ള മരുന്നുകളൊക്കെ ചെയ്തിട്ട് പല പല പ്രശ്നങ്ങളുമായിട്ട് വരുന്നവരാണ് ഇവിടെ കൂടുതലും വരുന്നത്. അപ്പോൾ അവർക്ക് നല്ല മാറ്റങ്ങൾ ഉള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ഈ ചികിത്സ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഡോക്ടർ അദ്വൈത ഇപ്പോൾ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ നിലവിൽ കണ്ണൂരിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോയേക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ 3 കൊല്ലം അല്ലേ? 3 കൊല്ലം. 3 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ കണ്ണിൻ്റെ തന്നെ എടുത്തതാണ് അല്ലേ? ഇപ്പോൾ ENT ആണ് ഞാൻ സ്പെഷ്യലൈസ് ENTയുടെ അത് കിട്ടിയിട്ട് അവിടെ പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തേക്കാണ്. അപ്പോൾ ഇവിടെ നിലവിൽ ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ ഉണ്ട്, പുള്ളിക്കാരൻ ഇപ്പോഴും നോക്കുന്നുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് തന്നെ ഒരു കസിൻ ഉണ്ട്, ആ കുട്ടിയും ഇവിടെ ഡോക്ടറായിട്ട് ഇവിടെ സേവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ നമ്പർ ഇവിടെ കൊടുക്കാം. ഇവരെ കണക്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് നോക്കാവുന്നതാണ്. ഡോക്ടറെ കണ്ട് കൺസൾട്ടേഷൻ ചെയ്യുക, മരുന്നുകൾ കാര്യങ്ങൾ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് അമൂല്യമായൊരു ചികിത്സാ സമ്പ്രദായമാണ്. പൊതുവേ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും നിങ്ങൾ കണ്ടിരിക്കാൻ സാധ്യതയില്ല. ഇവിടെ മരുന്നുകളെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഈ മരുന്ന് തന്നെയാണ് രോഗികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഡോക്ടർ അദ്വൈതനെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. അപ്പോൾ ഡോക്ടർ അദ്വൈതനെ നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ പേർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. ഇത് എൻ്റെ ബ്രദറിൻ്റെ മകളാണ്. അപ്പോൾ നേരത്തെ നമ്മളൊരു പറശ്ശിനിക്കടവിലത്തെ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് അദ്വൈത ഉണ്ടായിരുന്നു. അപ്പം അന്ന് അവിടെ അഡ്മിഷൻ കിട്ടിയ സമയത്ത് അവിടെ ഞങ്ങൾ പോയപ്പോഴാണ് ആ വീഡിയോ എടുത്തത്. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. നിങ്ങൾ വന്നിട്ട് ഇവിടെ അതുപോലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ഈ സേവനം ഉപയോഗിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.